എലത്തൂരിൽ ഇന്ധനച്ചോർച്ച നിന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഓവുചാലിലേക്ക് ഡീസൽ വരുന്നതായി നാട്ടുകാരുടെ ആരോപണം. നാട്ടുകാർ കുപ്പികളിൽ ഡീസൽ ഇപ്പോൾ നിറയ്ക്കുകയാണ്. വിവരങ്ങളുമായി സിനോജ് തോമസ് തത്സമയം ചേരുന്നുണ്ട്. സിനോജ്, ഡീസൽ ഒഴുക്കിയതുവരെ നിന്നില്ലേ? ഇതെന്താ ഡീസൽ പുഴയോ? അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ ഭാരത് പെട്രോളത്തിൻ്റെ അധികൃതർ പറഞ്ഞ് ഇന്നലെ രാത്രി നിന്നെന്നാണ് പറയുന്നത്. പക്ഷേ ദൃശ്യങ്ങൾ നോക്കൂ, ഇപ്പോഴും ഡീസൽ അതിനകത്ത് നിന്ന് ഓവുചാലിലേക്ക് വരുന്നത് കാണാം. ചെറിയ കുമ്മളുകളായിട്ട് വരുന്നു. ആളുകൾ ഇത് കുപ്പിയിൽ നിറച്ച് നോക്കുകയും ചെയ്തിട്ടുണ്ട്. നീല കളറിൽ കാണാം. ഓവുചാല വെള്ളം മുഴുവൻ നീല കളറാണ്. അതായത് ഡീസൽ കലർന്ന് പോകുന്ന വെള്ളമാണ് അത്. അകത്തു നിന്ന് ഡീസൽ പുറത്തേക്ക് വരുന്ന കുമ്മളുകളായിട്ട് കാണുന്ന ദൃശ്യങ്ങൾ കാണാം. ഡീസൽ ഇപ്പോഴും ഒഴുകി വരുന്നുണ്ട്. ഒഴുക്ക് നിലച്ചു, ചോർച്ച നിലച്ചു എന്നാണ് കമ്പനി അധികൃതർ പറഞ്ഞത്. ഇന്നലെ റവന്യൂ വകുപ്പിൻ്റെ ആളുകളൊക്കെ തന്നെ വന്ന സമയത്തും അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആയിരക്കണക്കിന് ലിറ്റർ ഡീസൽ ബാരലുകളിൽ നിറച്ച് അവർ അകത്തേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാർ വന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ രീതിയിൽ ഡീസൽ പുറത്തേക്ക് വരുന്നത് കാണുന്നത്. ഇതാ ഇവിടേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം. കുപ്പികളിൽ നാട്ടുകാർ ഡീസൽ എടുത്തിട്ടുണ്ട്. സാധാരണ വെള്ളത്തിൽ കലർന്ന ഡീസലാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് വെള്ളം നിൽക്കേണ്ടതാണ്. പക്ഷേ ചെറിയ തോതിൽ വെള്ളം മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഡീസലാണ്. അത്രയധികം ഡീസൽ പുറത്തേക്ക് വരുന്നതെന്ന് പറയും. ചേട്ടനല്ല ഡീസൽ കുപ്പിയിൽ നിറച്ചത്? അതെ. എന്നിട്ട് എന്താ തോന്നുന്നത്? മൊത്തം ഡീസലാണോ? മൊത്തം ഡീസലാണ്. ഡീസലാണ്, മൊത്തം ഡീസലാണ്. അതിൽ കുറഞ്ഞ വെള്ളം കാണുന്നില്ല, വെള്ളം കാണിക്കുന്നില്ല. ഇപ്പം എടുത്തതിൽ ഫുള്ള് ഡീസൽ തന്നെയാണ്. ഇത് കുറേ സമയം എങ്ങനെയാണ്? ഇന്നലെ മുതൽ? ഇത് ഇന്നലെ 3:30 തുടങ്ങിയതാണ്. ഇത് വലിയ രീതിയിൽ വരുന്നുണ്ട് ചേട്ടാ പുറത്തേക്ക്. ഇപ്പോൾ അവർ നിന്നാണല്ലോ. അല്ല, ഇന്നലെ രാത്രി ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി കലക്ടറെ വിളിച്ച് കലക്ടർ നിർബന്ധമായിട്ട് വന്നാലേ ഞങ്ങൾ ബാരലൊക്കെ വിട്ടെടുക്കുമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി കളക്ടർ ചുമതലപ്പെടുത്തി ഞങ്ങൾ മാനേജറായിട്ട് പോയി സംസാരിച്ച് ജനപ്രതിനിധികളുണ്ടായിരുന്നു. അവർ പറഞ്ഞ പ്രശ്നമൊക്കെ അവസാനിച്ച് കഴിഞ്ഞു. ഇനി ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്ന് കലക്ടർ ബന്ധപ്പെട്ട് കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. ഇത് അവസാനിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞ സാധനമാണ് ഇപ്പോഴും ഇങ്ങനെ ആയിരക്കണക്കിന് ലിറ്റർ ഡീസൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 3:30 മണിക്ക് ആരംഭിച്ചതാണ്. ഇത്രയും സമയമായിട്ട് അതായത് ഇവർ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ലൈവില് ഒരു സ്പോഞ്ച് ഉണ്ട്. ഇതാണ് ആ സ്പോഞ്ച്. സ്പോഞ്ച് ഇട്ടിട്ടാണ് ഈ കമ്പനി അധികൃതർ പോയിരിക്കുന്നത്. സ്പോഞ്ച് വെള്ളത്തിലുള്ള ഡീസൽ വലിച്ചെടുക്കുന്ന സ്പോഞ്ചാണ്. ഇതാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇത് പിഴിഞ്ഞെടുക്കണം. പക്ഷേ ഇതുവരെയായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുമില്ല. ഇത് നിറഞ്ഞതുകൊണ്ട് നാട്ടുകാരെടുത്ത് കരക്കിട്ടിരിക്കുന്നതാണ്. ഇത് ഓരോ തവണ നിറയുന്ന സമയത്ത് പിഴിഞ്ഞെടുത്ത് ഡീസൽ മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്ലാബിനടിയിൽ കിടന്ന സ്പോഞ്ച് നാട്ടുകാരെടുത്ത് കരക്കിടുകയാണ് ചെയ്തത്. ഈ ഡീസൽ ഇപ്പോഴും ഓവുചാൽ വഴി ഒഴുകി പോവുകയാണ്. ഇത് മാത്രമേ സംവിധാനം ഉള്ളൂ ഇവിടെ തടയാൻ വേണ്ടി. അതെ, ഇതാണ് ഏറ്റവും പരിഹാസം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇതുപോലൊരു ക്രൈസിസ് വന്നാൽ പരിഹരിക്കാൻ ആകെ കുറച്ച് പഞ്ഞിക്കട്ടകളേ ഉള്ളൂ എന്ന് പറയുന്നത്. ഈ പഞ്ഞിക്കട്ടകളെ വിശ്വസിച്ചാണ് ഞങ്ങൾ ജനങ്ങൾ ജീവിക്കേണ്ടത്. അതാണ് ഇതിന്റെ ഗൗരവമുള്ള വിഷയം. 12 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിന് തീപിടുത്തുണ്ടായ 12 കിലോമീറ്റർ ചുറ്റളവിൽ ജീവന്റെ അംശം ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ട്. ആ സ്ഥിതിക്ക് ഇത് വിശ്വസിച്ച് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? അത്രയും ഭാവിയില്ലരായിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത്. അടിയന്തര പരിഹാരം വേണം. ഈ സ്ഥാപനം അടിയന്തരമായിട്ട് അടച്ചുപൂട്ടി എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം വേണം. ഇവർ പയ്യന്നൂരൊക്കെ കണ്ണൂരൊക്കെ പോകും, അവിടെ സ്ഥലമെടുത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ തന്നെ നടപടിയായില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഭാരത് പെട്രോളിയം അല്ല, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ആണ്. ഭാരത് പെട്രോളിയം ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത്, ഷമീർ ചോദിക്കുന്നുണ്ട്, ഒരു ക്യാൻ കൊണ്ടുപോയാൽ ഇത് കൊള്ളാമല്ലോ, കേരളത്തിൽ എണ്ണക്കിണർ വന്നിട്ടുണ്ടോ എന്ന് ടിങ്കു ജോസ് ചോദിക്കുന്നു. അപ്പോൾ ഈ ഡീസൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡീസലാണോ ഇത്? വെള്ളമൊക്കെ കലർന്ന് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിലാണോ ഉള്ളത്? അതായത് ചേട്ടാ ഏകദേശം എത്ര ലിറ്റർ ഇപ്പോൾ ബാരൽ നിറച്ച് കൊണ്ടുപോയിട്ടുണ്ടാവും? ഇന്നലെ ഞങ്ങൾ പോകുന്നവരെ 12 ബാരൽ, ഒരു ബാരൽ 220-230 ലിറ്റർ ഡീസൽ പോകും. അങ്ങനെ 2500 ലിറ്ററിലധികം ഇന്നലെ ഞങ്ങൾ ഉള്ളപ്പം കൂടി ഈ 2500 ലിറ്റർ ഇന്ന് രാവിലെ ഞങ്ങൾ വന്നപ്പോൾ 2-3 ലോറികളിൽ കയറ്റി കൊണ്ടുവന്നുണ്ട്. അത് ഞങ്ങൾ രാത്രി 12 മണിക്ക് ശേഷം പോയതിന്റെ ശേഷം ഇവർ സ്വകാര്യമായിട്ട് വന്ന് പിന്നീട് ബാരൽ വന്ന് അവർ കയറ്റി കൊണ്ടുപോയതാണ്. അതായത് 2000 ലിറ്റർ ഓൾറെഡി ബാരൽ നിറച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോഴും പുറത്തേക്ക് വരുന്നത്. നേരത്തെ ചോദിച്ചില്ല, എണ്ണ കിണറല്ല, ഡീസലിന്റെ ഓവുചാലെന്ന് പറയാം. ഇങ്ങനെ ഉറവ പോലെ പൊട്ടി പുറത്തേക്ക് ഡീസൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കുപ്പിയിൽ നിറച്ചിട്ടുണ്ട്. അതായത് ഇതാണ് കുപ്പിയിൽ നിറച്ച ഡീസൽ എന്ന് പറയുന്നത്. സാധാരണ വെള്ളം കലർന്നതാണെങ്കിൽ ഇത് കുറച്ച് സമയം ഒരു അരമണിക്കൂറായി നിറച്ചിട്ട് ഇതിന് വെള്ളം അടിയിലേക്ക് വരേണ്ടതാണ്. ഡീസൽ മുകളിൽ നിൽക്കേണ്ടതാണ്. പക്ഷേ നോക്കൂ, ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ നിറച്ച് ഡീസലാണ്. അതായത് പ്യൂറായിട്ടുള്ള ഡീസലാണ് ഇത്. ഇനി ആളുകളെ എടുത്ത് ആരും പുറത്തേക്ക് കൊണ്ടുപോകുന്നൊന്നുമില്ല, കാരണം ഉപയോഗിക്കാനൊന്നും കഴിയില്ല. ഇനി കൊണ്ടുപോയി തന്നെ വേണമെങ്കിൽ HP-കാർക്ക് നിങ്ങൾ ഡീസൽ മോഷ്ടിച്ച് വേണമെങ്കിൽ കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ആളുകൾ ഇത് പുറത്തേക്കൊന്നും കൊണ്ടുപോകാറില്ല. ഇതെടുത്തിവിടെ കുപ്പിയിൽ നിറച്ച് വെക്കുകയാണ്. കാരണം വരുന്നവരെ കാണിച്ചു കൊടുക്കണം, ആരോഗ്യത്തിൻ്റെ ആളുകളെ കാണിച്ചു കൊടുക്കണം. ദുരന്ത അതോറിറ്റിയുടെ ആളുകൾ വരുന്നുണ്ട്, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവരെ കാണിച്ചു കൊടുക്കേണ്ടതുകൊണ്ടാണ് ഈ നാട്ടുകാർ കുപ്പിയിൽ നിറച്ചത് ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഇത്രയധികം ഇപ്പോഴും ഈ ചോർച്ച പുറത്തേക്ക് ഉണ്ടെങ്കിൽ അകത്ത് ഇനിയും ഡീസൽ കെട്ടിക്കിടപ്പുണ്ടാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അകത്ത് ഡീസൽ ഉള്ളതുകൊണ്ടാണല്ലോ ഈ പുറത്തേക്കുള്ള ഈ കോരപ്പുഴയുള്ളതും നാട്ടുകാരുടെ കിണറുകളുള്ളതും അവരുടെ വാസസ്ഥലമുള്ളതും അവിടത്തേക്കൊക്കെ ഈ ഡീസൽ ഒലിച്ചുപോയി ചേരില്ലേ മണ്ണിലും കിണറ്റിലുമെല്ലാം?
തീർച്ചയായിട്ടും ഞാൻ നേരത്തെ നാട്ടിലോട് ചോദിച്ച സമയത്ത് ഈ തൊട്ടടുത്തുള്ള വീടുകളാരും കിണർ കുത്തിയിട്ടില്ല. കാരണം കുത്തുമ്പോൾ ഡീസൽ കിട്ടുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് കിണർ കുത്തിയിട്ടില്ല. അവർ ഈ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ റോഡിന് ദേശീയപാതയ്ക്ക് അപ്പുറത്തുള്ളവർക്ക് കിണറുകളുണ്ട്. കിണറിലേക്ക് അതിന് പോകാൻ സാധ്യതയില്ല ഏട്ടാ? ഇത് തീർച്ചയായും കിണറിലേക്ക് പോകും. കാരണം ലക്ഷക്കണക്കിന് ലിറ്റർ ഡീസലാണ് ഇതിൻ്റെ കോമ്പൗണ്ടിൽ മണ്ണിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അതാണ് ഇതിലേക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പുറമുള്ള കിണറുകൾ പോയി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ സാധനം പോകുന്ന നേരെ കടലിലേക്കാണ്. ഈ ഡ്രൈനേജ് എത്ര ദൂരമുണ്ട് കടലിലേക്ക്, കോരപ്പുഴയിലേക്ക്? ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്ത് നേരെ പുഴയിലേക്ക് കയറി പുഴ വഴി കടലിലെത്തുകയാണ്. ആ പോകുന്ന പുഴയിലൊക്കെ കടുക്ക കൃഷി കല്ലുമക്കായ് കൃഷി ചെയ്യുന്നവരുണ്ട്, മത്സ്യകൃഷി ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. കുറേ കുട്ടികൾ തലചുറ്റലും ഛർദിയും വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ വന്ന നാട്ടുകാർക്ക് പലർക്കും തലചുറ്റലുണ്ടായിട്ടുണ്ട്. വളരെ ഗൗരവമായ സാധനം. ഇതിനൊക്കെ അപ്പുറമുള്ള ഗൗരവം ആരെങ്കിലും ഒരു സിഗരറ്റ് കുറ്റിയോ തീപ്പെട്ടിക്കുള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വമ്പൻ ദുരന്തമാണ് ഇവിടെ ഉണ്ടാവുക. അതിൻ്റെ ഗൗരവം കണ്ട് അടിയന്തരമായിട്ട് സ്ഥാപനത്തിൽ സ്റ്റോപ്പുമോ കൊടുക്കാൻ കളക്ടർ ഇടപെടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതാണ് ഇത് വലിയ അപകടമാണ്. ആരെങ്കിലും ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ചാൽ വിട്ടാലും എനിക്കിനിയും മനസ്സിലാവാത്തത് സിനോജ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഇത്രയും വലിയ ഒരു ഡിപ്പോയില് ആകെ ഈ പഞ്ഞിക്കെട്ട് മാത്രമാണ് ഇങ്ങനൊരു ചോർച്ചയുണ്ടായാൽ പരിഹരിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതും വലിയ കൂടുതൽ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത്, ജനബാഹുല്യമുള്ള ഒരു മേഖലയിൽ, ജനവാസ മേഖലയിൽ ഇതേപോലൊരു ഡിപ്പോ പ്രവർത്തിക്കുമ്പോൾ കരുതേണ്ട മിനിമം സുരക്ഷിതത്വം പോലും ഇവർ ഉറപ്പാക്കുന്നില്ലല്ലോ സിനോജ്. തീർച്ചയായിട്ടും ഒരു സുരക്ഷിതത്വം ഇല്ലാന്ന്. അതായത് ഈ പഞ്ഞിക്കെട്ട് മാത്രമാണ്. ഈ പഞ്ഞിക്കെട്ട് വെള്ളത്തിലേക്ക് ഇടുന്നു, അത് നിറഞ്ഞു കഴിയുമ്പോൾ കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത് ബക്കറ്റിലാക്കി ബാരൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് കണ്ടത്. ഇന്നലൊക്കെ രാത്രി ഇത് ചെയ്യുന്നത് കണ്ടത്. ഇടത്തേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം, അവിടെ ഒരു മോട്ടറുണ്ട്. ചേട്ടാ, അത് എത്ര പവറുള്ള മോട്ടറാണെന്ന് അറിയുമോ ഇരിക്കുന്നത്? അതിന്റെ പവർ ഇത് പ്രശ്നമൊക്കെ പരിഹരിച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടുവച്ചതാണ്. പിന്നെ രാത്രി ഞങ്ങളുള്ളപ്പോൾ അത് പ്രവർത്തിച്ചില്ല. ഞങ്ങൾ പോകുന്ന സമയത്താണ് കൊണ്ടുവന്നത്. ആ മോട്ടർ വെച്ചിട്ടാണ് അടിച്ച് ബാരലിൽ കുറച്ച് നിറച്ചിരുന്നത്. അതായത് അത്രയധികം ഡീസൽ പുറത്തേക്ക് പോയതുകൊണ്ടാണ് മോട്ടർ ഉൾപ്പെടെ പുറത്തേക്ക് കൊണ്ടുവന്നത്. സാറിന് നമുക്ക് കിണറ്റിൽ നിന്നൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടിയാണ് മോട്ടർ ഉപയോഗിക്കുന്നത്. പുറത്തേക്ക് പോയി ഡീസൽ മോട്ടർ വെച്ച് അടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഗുരുതരാവസ്ഥ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ മോട്ടർ കൊണ്ടുവന്ന് അടിച്ച് ബാരൽ നിറച്ചാണ് അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. 230 ലിറ്റർ കപ്പാസിറ്റിയുള്ള ബാരലുകൾ ഒരു 10-20 ബാരലുകൾ കൊണ്ടുപോയെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാവിലെ നമ്മൾ വന്ന സമയത്ത് എത്ര കൊണ്ടുപോയി? ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് മുതൽ ഒരു 80 ക്യാനുകൾ കൊണ്ടുപോയിട്ടുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് 80 ക്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. 80 ക്യാൻ 200 പറഞ്ഞത് 11:30 മുതൽ 6 വരെ മോട്ടോർ വെച്ച് വറ്റിച്ചതാണ്. വലിച്ചെടുത്തിട്ട് അവിടെ കൊണ്ട് വെക്കുക. നാട്ടുകാർ പറയുന്നത് രാത്രി 11:30 മുതൽ രാവിലെ 6 വരെ മോട്ടോർ ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 2000 അല്ല അതിൽ കൂടുതൽ ലിറ്റർ ഡീസൽ കൊണ്ടുപോയിട്ടുണ്ടാകാമെന്ന് കരുതുന്നു. കാരണം ക്രെയിൻ ഉപയോഗിച്ചാണ് ഓരോ ബാരലും എടുത്ത് ലോറിയിൽ വെച്ച് അകത്തേക്ക് അവർ കൊണ്ടുപോയിരിക്കുന്നത്. അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. പുതിയ ടാങ്കുകൾ ഈ ഇടയ്ക്ക് നിർമ്മിച്ചിട്ട് ഈ അടുത്തിടയിൽ പുതിയ ടാങ്ക് നിർമ്മിച്ചേട്ടാ ഇവിടെ എടുത്ത് മാറ്റിയതാണ്, അണ്ടർഗ്രൗണ്ട് ആക്കിയതാണ് സാധനം. ഭൂമിക്കടിയിലേക്ക് ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഏരിയ മൊത്തം അതാണുള്ളത്. പുതിയ ടാങ്കാണോ ചോർന്നത്? ആ ടാങ്ക് ചോർന്നാണ് ഇപ്പോഴും കൺഫ്യൂഷനാണ്. ആദ്യം പറഞ്ഞത് അവർ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞ്, പിന്നെ പറഞ്ഞ് ഓവർഫ്ലോ എന്ന് പറഞ്ഞ്, പിന്നെ പറഞ്ഞത് അതിൻ്റെ മേനിൽ എന്തോ കംപ്ലൈൻറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞു. ഈ വീടുകളൊക്കെ കിണറുണ്ടോ അവിടെ തൊട്ടടുത്ത് വീട്? കിണർ കുഴിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് കുഴിച്ചു കഴിഞ്ഞാൽ കുഴൽക്കിണറാണെങ്കിൽ പോലും അതിൽ വരിക ഡീസലിൻ്റെ അംശമുണ്ടാവും. ഉപയോഗിക്കാൻ പറ്റില്ല. പൈപ്പ് വെള്ളം, ജപ്പാൻ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 5 ദിവസം നിന്ന് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോക്കും കുളിയും എല്ലാം അവതാളത്തിലാണ്. അരുകുമാർ, തൊട്ടടുത്തല്ല ചേട്ടൻ്റെ വീട്? ചേട്ടൻ്റെ വീട് ഇവിടെ, ഇതാണ് ചേട്ടൻ്റെ വീട്. അവർക്ക് കിണർ കുഴിക്കാൻ വഴിയില്ല. കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ഡീസൽ അംശം, ബോർവെല്ല് കുഴിച്ചു കഴിഞ്ഞാൽ ഡീസൽ അംശം. അതുകൊണ്ട് പൈപ്പ് വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ HP-യുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ സംഭരണ കേന്ദ്രത്തിൻ്റെ മതിലെന്ന് പറയുന്നത്. ഈ മതിലിനപ്പുറത്താണ് ടാങ്കുകളുള്ളത്. ഈ അടുത്തിടെയാണ് ഭൂമിക്കടിയിലേക്ക് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ആ ടാങ്കാണ് ചോർന്നത് നാട്ടുകാർ സംശയം പറയുന്നുണ്ട്. ഏതായാലും ആ ടാങ്ക് ചോർന്നതുകൊണ്ടാണല്ലോ ഇതിൻ്റെ മണ്ണിനടിയിലൂടെ ഓവുചാലിലേക്ക് ഡീസൽ കടന്നു വരുന്നത്. ഈ ഡീസൽ നേരെ ഓവുചാൽ വഴി ഒഴുകി പോകുന്നത് ദേശീയപാതയോരത്ത് വഴി നേരെ കോരപ്പുഴയിലേക്ക്, അവിടെ അറബിക്കടലിലേക്കാണ് പോകുന്നത്. നിരവധി മത്സ്യ കർഷകരുണ്ട് ഇവിടെ. അത് കല്ലുമ്മക്കായ പോലുള്ള അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുണ്ടാക്കുന്ന പരിസ്ഥിതി നാശം ചെറുതല്ല, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു, അപകട സാധ്യതയുണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പം AK ശശീന്ദ്രൻ ഉണ്ടായിരുന്നു. ടെലിഫോൺ കോൾ ഒന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ട്. എന്തായാലും ഹിന്ദുസ്ഥാൻ അധികൃതർ എത്രയും പെട്ടെന്ന് ഈ സുരക്ഷ ഇക്കാര്യത്തിൽ വർദ്ധിപ്പിക്കണം. ഇത് പോരാ ജാഗ്രത എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരു സ്പോഞ്ചിൻ്റെ കുറച്ച് സാധനങ്ങൾ അവിടെ കൊണ്ടിട്ടതിന് ശേഷം സുരക്ഷ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇവിടെ ഇത് ഓവർഫ്ലോയുടെ പ്രശ്നമാണോ, ആ ഓവർഫ്ലോ മോണിറ്റർ ചെയ്യേണ്ട മെഷീൻ്റെ പ്രശ്നമാണോ, അലാറം പ്രവർത്തിക്കാഞ്ഞതാണോ, അതല്ല ഇനി ചോർച്ചയാണോ, എന്താണ് എന്നുള്ളത് അധികാരികൾ കൃത്യമായും വെളിപ്പെടുത്തണം. ഇന്നലെ റവന്യൂ അധികാരികളും ഫയർഫോഴ്സ് അധികാരികളും ഒക്കെ അവിടെ
എത്തി. ചോർച്ച ഒഴിവായി അല്ലെങ്കിൽ ഇങ്ങനെ ഡീസൽ വരുന്നത് അവസാനിച്ചു എന്ന് കരുതിപ്പോയതാണ്. പക്ഷേ ഇന്ന് രാവിലെയും ഡീസൽ ആ ഭാഗത്തൂടി ഒഴുകി വരുന്നുണ്ട്. നാട്ടുകാർ അല്പം ആശങ്കയിലാണ്. അവിടെ നാട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ട്. കാണാം, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇതിൽ നിന്ന് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഡീസൽ ഒന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടി നാട്ടുകാരെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഡീസൽ തന്നെയാണ്. വെള്ളം പോലും അല്പം പോലും വെള്ളമില്ലാതെ തനി ഡീസൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ആ ഓടയിലേക്ക് ഡീസൽ ഊർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓടയിലൂടെ ഡീസൽ ഒഴുകുന്ന ഒരു കാഴ്ച ഇന്നലെ രാത്രിയിൽ മുതൽ നമ്മൾ കണ്ടതാണ്. നാട്ടുകാരൊക്കെ അല്പം ആശങ്കയിലുമായിരുന്നു. നമ്മൾ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർക്ക് അല്പം പരിഭ്രാന്തിയുമുണ്ട്. കാര്യം ആരെങ്കിലും ഒരു തീ എന്തെങ്കിലും അവിടേക്ക് കൊളുത്തിയിട്ടാൽ വലിയ രീതിയിൽ തീപിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഹൈലി ഇൻഫ്ലേമബിൾ ആണല്ലോ നിലവിൽ ഡീസൽ. മാത്രമല്ല തൊട്ടടുത്ത് കോരപ്പുഴ വഴി കടലിലേക്കാണ് ഇത് ഒഴുകുന്നത്. കടലിൽ പോയാൽ മത്സ്യസമ്പത്തിനെ അത് ബാധിക്കും. കോരപ്പുഴയിലുള്ള മത്സ്യകൃഷിക്കാർ, കക്ക കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്, കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഈ ഡീസൽ വെള്ളത്തിലേക്ക് ഒഴുകുന്നത് വലിയ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. എന്തായാലും സർക്കാരും അധികൃതരും എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാകും എന്ന് നമ്മൾ കരുതുന്നു. കേരളത്തിൻ്റെ പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. അപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ജനവാസ മേഖലയിൽ ഇങ്ങനെ ഇന്ധനം പടരുന്നത് വലിയ ആശങ്കകൾ ഉണ്ടാക്കും. ആ കുടുംബത്തിന് തന്നെ പലർക്കും കിണർ കുത്താൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യരാണ്. എന്തായാലും അവരുടെ ആശങ്കകൾ അകറ്റണം എന്നുള്ളതാണ് നമുക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ആളുകൾ പറയുന്നത്. വലിയ ലാഭമല്ലേ ഉണ്ടാക്കുന്നത്? ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾക്ക് സ്പോഞ്ചിൻ്റെ ഒരു പഞ്ഞിക്കെട്ട് ഇട്ട് കൊടുത്താൽ മതിയോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യം തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടണം.